കണ്ണൂർ ജില്ലയിൽ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കായലോട് പറമ്പായി എന്ന സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയയായ ഒരു വീട്ടമ്മ ജീവനൊടുക്കി എന്ന വാർത്ത കേരളത്തിൽ സാമാന്യമായിട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇന്നലെ പത്രങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. ടി വി ചാനലുകളും ഈ വിഷയം സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ മുൻ മന്ത്രി പി.കെ. ശ്രീമതിയാണ് ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് നമ്മൾ കേട്ടത്. മറ്റ് നേതാക്കന്മാരൊക്കെ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ പുറകെ വരും എന്നാണ് എൻ്റെ വിശ്വാസം. ആരും തന്നെ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വനിതാ കമ്മീഷൻ സ്വന്തം നിലയ്ക്ക് കേസെടുക്കാൻ സാധ്യതയുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. SDPI പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. ഇവർ SDPI പ്രവർത്തകരെന്നതിലുപരി മരിച്ചുപോയ വീട്ടമ്മയുടെ ബന്ധുക്കൾ തന്നെയാണ്. അവർ നിരപരാധികളാണ്. സത്യത്തിൽ അവരല്ല. ഈ വീട്ടമ്മയോട് സംസാരിച്ച യുവാവാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് ഈ മരിച്ച വീട്ടമ്മയുടെ ഉമ്മ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ മരണമടഞ്ഞ അഥവാ ആത്മഹത്യ ചെയ്ത വീട്ടമ്മ CPM പാർട്ടി കുടുംബാംഗമാണ്. അവരുടെ മാതാപിതാക്കൾ 2 പേരും CPM പാർട്ടി അംഗങ്ങളാണ്. പാർട്ടി അംഗത്വം എന്ന് വെച്ചാൽ അങ്ങനെ വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കുന്നതല്ല. പാർട്ടിയിൽ വളരെ കാലം പ്രവർത്തിച്ച് പാർട്ടിയോടുള്ള കൂറും ആത്മാർത്ഥതയൊക്കെ തെളിയിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ യുവതിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ മഹാ അപരാധം ചെയ്ത ചെറുപ്പക്കാരൻ, അയാൾ അന്യസമുദായക്കാരനാണ്. അയാളും പാർട്ടിക്കാരനാണ്, CPM കാരൻ തന്നെയാണ്. മൂന്നാമത്തേത്, ഈ പരാതി കൊടുത്തത് ഈ മരിച്ചുപോയ വീട്ടമ്മയുടെ പിതാവാണ്, അല്ലാണ്ട് ശത്രുക്കളൊന്നുമല്ല. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിൻ്റെ കയ്യിലുണ്ട്. അതിൽ ഈ 3 യുവാക്കളുടെയും പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇവരനുഭവിച്ച അവഹേളനത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു സാധാരണ രീതി ഇതാണ്. അവർക്ക് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒന്നുമില്ല. അവർക്ക് താല്പര്യമുള്ള കേസുകളിൽ അവരിടപെടുകയും അവരുടേതായ രീതിയിൽ നീതി നടപ്പാക്കുകയും ചെയ്യും. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ജോസഫ് മാഷിൻ്റെ വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടിയ സംഭവം നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചതിൻ്റെ പേരിലല്ല. അവർക്ക് തെറ്റാണ് എന്ന് തോന്നിയ ഒരു കാര്യത്തിൽ അവരുടേതായ രീതിയിൽ പ്രതികരിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുറേ ചെറുപ്പക്കാർ പോലീസിൻ്റെ പിടിയിലായി. NIA പിടിച്ചുകൊണ്ടുപോയി. കുറേ പേരെ ശിക്ഷിച്ചു. കുറേ പേര് ഇപ്പോഴും വിചാരണ നേരിടുന്നു. കുറേ പേര് ജയിൽവാസം അനുഭവിക്കുന്നു. പക്ഷേ അവർക്കിത് തെറ്റാണെന്ന് തോന്നില്ല. അവരിതൊക്കെ ശരിയാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കും. ഈന്തുള്ളതിൽ ബിനു എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ മിക്കവരും മറന്നു കാണും. പണ്ട് E.K. നായനാരുടെ 3ാമത്തെ മന്ത്രിസഭ നിലനിൽക്കുന്ന സമയത്താണ് 2000 ആണ്ടിൽ നാദാപുരത്ത് ലീഗുകാരും അതുപോലെ മാർക്സിസ്റ്റുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അന്ന് അതിൽ ഒരു കേസിൽ പ്രതിയായിരുന്ന ആളാണ് ഈ ബിനു എന്ന് പറഞ്ഞാൽ. ഇയാളുമായി ബന്ധപ്പെട്ട് തെരുവംപറമ്പ് എന്ന മറ്റൊരു സ്ഥലത്താണ് അവിടെ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്നൊരു ആരോപണം പത്രത്തിൽ വന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഫലം ഉണ്ടായില്ല. ഇത് ചെയ്തതിൽ പ്രധാനപ്പെട്ട ആൾ ബിനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് എന്ന് അന്ന് പത്രത്തിൽ വന്നു. അതിനെ തുടർന്ന് ഈ സർക്കാർ മാറിയതിനു ശേഷം A.K. ആൻ്റണി അധികാരത്തിൽ വരികയും മുസ്ലിം ലീഗ് ഭരണത്തിൽ പങ്കാളിയാകുകയും അവരുടെ ഒരു B ടീമായിട്ട് നാദാപുരത്തും പരിസരത്തുമൊക്കെ NDF എന്ന പേരിൽ ഇതേ ആളുകൾ പ്രാബല്യത്തിൽ വരികയും ചെയ്ത സമയത്താണ് ഈ ബിനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ, അയാളൊരു ഓട്ടോറിക്ഷക്കാരനെ പറ്റുമായിരുന്നു, നാദാപുരത്ത് അങ്ങാടിയിൽ വെച്ച് പൈശാചികമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിച്ചു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ഇവരുടെ ഈ താലിബാൻ ചിന്താഗതിയാണ്. അപ്പോൾ അതേ താലിബാനിസമാണ് ഇവിടെ ഈ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടപ്പായിട്ടുള്ളത്. ഈ മുസ്ലിം യുവതിയോട് വീട്ടമ്മയോട് സംസാരിച്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ SDPIയുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി 5 മണിക്കൂറോളം വിചാരണ ചെയ്തു. അതിനുശേഷം വീട്ടമ്മയുടെ മാതാപിതാക്കളെ, ഈ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കളെയൊക്കെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഗുണദോഷിച്ചിട്ടാണ് പറഞ്ഞു വിട്ടത്. അതിനുശേഷമാണ്, അതോടൊപ്പം തന്നെ അയാളുടെ മൊബൈൽ ഫോണും ടാബും ഒക്കെ ഇവർ പിടിച്ച് മേടിച്ചു വെച്ചു. അതൊക്കെ പിന്നീട് ഈ പ്രതികളുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു.
ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഘടനയെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിക്കും. അതിൻ്റെ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ തിഹാർ ജയിലിലും ബാക്കിയുള്ളൊരു വിയൂർ ജയിലിലും ഒക്കെ പാർപ്പിക്കുകയും ചെയ്തിട്ട് കുറച്ച് നാളായി, കൊല്ലം 2-3 കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നിവർ മുദ്രാവാക്യം വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ എന്ന് മുദ്രാവാക്യം വിളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പിണറായി പോലീസ് ഇതൊക്കെ തമാശയാണ്, മുദ്രാവാക്യം വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമായിട്ടുള്ളതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കേന്ദ്രം ഇറങ്ങി പെരുമാറുകയും ഈ നേതാക്കന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തപ്പോൾ ഇവരൊക്കെ ഇതിലെ താത്വിക ആചാര്യന്മാരടക്കം എല്ലാവരും തല മണലിൽ പൂഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ വീണ്ടും തല പൊക്കി തുടങ്ങി. ഇടക്കാലത്ത് ഇവർ അംബേദ്കർ ജയന്തിയും അതുപോലെ അയ്യങ്കാളി ജയന്തിയും മാത്രം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ വല്ല ഭൂമികുലുക്കോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ പോയി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിലേക്ക് മാത്രമേ ഒതുങ്ങി. ഇപ്പോൾ അവർ ഈ സന്നദ്ധ പ്രവർത്തനമൊക്കെ നിർത്തി, അയ്യങ്കാളിയെ അംബേദ്കറെയൊക്കെ വിട്ടു. ഇപ്പോൾ വീണ്ടും വെട്ടുകത്തി, വാക്കത്തി, കോടാലി മുതലായ മാരകായുധങ്ങൾ എടുത്ത് വീണ്ടും രംഗത്തിറങ്ങുന്നതിൻ്റെ ഒരു തിരപ്പുറപ്പാടാണ് ഇവിടെ കാണുന്നത്. SDPI എന്ന പേര് വെറും ആൾപ്പേര് മാത്രമാണ്. യഥാർത്ഥത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാകിസ്ഥാനിൻ്റെ പിന്തുണയുള്ള വിധ്വംസക സംഘടനയുടെ കരാള ഹസ്തങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടിയത്. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് പിണറായി പോലീസുകാർ അന്നും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ ഉണ്ടായത്. ആ സ്ത്രീ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് ഇവരുടെ പേരെഴുതി വെച്ചത് ഭാഗ്യമായി. അല്ലായിരുന്നെങ്കിൽ SIയുടെ തൊപ്പി പോയനെ ഈ സൂപ്രണ്ടിനെ അവിടുന്ന് സ്ഥലം മാറ്റി ചെയ്തത്. ഇവിടെ ശ്രീമതി ടീച്ചർ താലിബാനിസം എന്ന് പറഞ്ഞത് ഇവിടുത്തെ കുറേ പാകിസ്ഥാൻ ചിന്താഗതിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ താലിബാൻ്റെ ആരാധകരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അവർ പറയുന്നത് താലിബാൻ എന്ന് വിശേഷിപ്പിച്ചത് ഭയങ്കര തെറ്റായി. താലിബാൻ ഇതിലെന്ത് തെറ്റിയത്? താലിബാൻകാർ എത്ര മാന്യന്മാരാണ്, യോഗ്യന്മാരാണ്. ഇത് ആൾക്കൂട്ട കൊലപാതകമാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയാണ്. അതൊന്നും താലിബാൻ്റെ പോർട്ട്ഫോളിയോയിൽ പെട്ടതല്ല എന്നാണ്. ഇനിയിപ്പോൾ പാർട്ടി ശ്രീമതി ടീച്ചറെ ശാസിക്കുമോ, ടീച്ചറെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമോ എന്നെനിക്കറിയില്ല. അതിനും സാധ്യതയുണ്ട്. ഏതായാലും പിണറായി സഖാവും മരുമോൻ സഖാവും ഇതുവരെ വാ തുറന്നിട്ടില്ല. ഗോവിന്ദൻ സഖാവും ഒന്നും പറഞ്ഞിട്ടില്ല. സഖാക്കളുടെ അഭിപ്രായം കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. മാത്രമല്ല അവരൊക്കെ ഇപ്പോൾ ഹമാസിന് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന തിരക്കിലാണ്. അത് കഴിയുമ്പോഴെനിക്ക് കായലോട് സംഭവത്തെക്കുറിച്ച് പാർട്ടി താത്വികമായിട്ട് വിശകലനം ചെയ്യും, കൃത്യമായ ഖണ്ഡിതമായ അഭിപ്രായത്തിൽ ചെന്ന് ചേരുകയും ചെയ്യാം. അതിനുശേഷമേ വനിതാ കമ്മീഷൻ കേസെടുക്കാനും സാധ്യതയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാനുണ്ടല്ലോ. അപ്പോൾ ഏതേത് മേഖലകളിലാണ് നമ്മുടെ സഖാവിന് വോട്ട് കൂടുതൽ വല്ലാതെ കുറഞ്ഞു പോയത് എന്നുകൂടി നോക്കണം. അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഈ കാര്യത്തിലൊരു നയം സ്വീകരിക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ ഇറാനിലെ ഖമൈനിയെ പിന്തുണയ്ക്കുകയും ഇവിടെ താലിബാനിസത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ ശിരോവസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ തല തല്ലിപ്പൊളിക്കണം എന്ന് ശഠിക്കുന്ന ഒരാളാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനി. അദ്ദേഹത്തെ നമ്മൾ അന്തർദേശീയ തലത്തിൽ പിന്തുണയ്ക്കും. അതേസമയത്ത് ഇവിടെ താലിബാനിസം നടത്തുന്ന ആളുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിലൊരു വലിയ യുക്തിഭംഗമുണ്ട്. അതുകൊണ്ട് പാർട്ടി മിക്കവാറും ഈ SDPIക്കാരുടെ ഭാഗം ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. ഏതായാലും ആ സംഗതികൾ ഇതുവരെ എത്തിയാൽ എനിക്കൊരു ഞെട്ടലുമില്ല. കാരണം ഇവരുടെ പ്രവർത്തന രീതി ഇതാണ്. കുറച്ച് കാലമായിട്ട് കേന്ദ്ര സർക്കാരിന് NIA പേടിച്ച് ഇവർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ആരെയൊക്കെ ഓടിച്ചിട്ട് കടിക്കും എന്ന് പറയാറായിട്ടില്ല. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.